ഹലോ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ വീഡിയോ സംതിങ് വെരി ഡിഫറെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഞാനും ഈ വീഡിയോ എടുക്കുന്നതിലൂടെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും ആൻഡപ്പൻ ടോക്കീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മുടെ വീഡിയോസ് കാണുന്നവരോടുള്ള ഒരു ചെറിയ അഭ്യർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ടൊന്നും കൂടുന്നില്ല. ആൻഡ് ലൈക്കിൻ്റെയും വ്യൂവിൻ്റെയും എണ്ണമൊക്കെ ഭയങ്കര കുറയുന്നുണ്ട്. നമ്മൾ ആ ട്രെൻഡിങ് വിഷയത്തിൽ നിന്ന് മാറി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഇത് അയച്ചും കൂടെ കൊടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ആയിട്ട് പോകുന്നൊരു വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിലെ ഒരു ചെറിയ പോർഷനിൽ വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ആ വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ഇപ്പം ജാസിയെ സംബന്ധിച്ചിടത്തോളം, ജാസി ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വിമൻ ഐഡന്റിറ്റി ആണ്. പക്ഷെ ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു പരിപൂർണമായിട്ട് ഒരു സ്ത്രീയിലേക്ക് മാറേണ്ട പ്രോസസ്സിംഗ് ഒന്നും എനിക്ക് തോന്നുന്നു വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ശരിക്കും ആ ഒരു പൂർണ്ണത നിറഞ്ഞ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു സ്ത്രീയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് ജാസി. അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പുള്ളിയുടെ ആഗ്രഹം എന്താണെന്നുണ്ടെങ്കിലും അതെനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. പക്ഷെ എന്നാലും അവർ ചോദിച്ച ആ ഒരു ചോദ്യം എന്നെ സ്ട്രൈക്ക് ചെയ്തു. നമുക്ക് ഈ ഹോസ്റ്റിങ്ങും ആങ്കറിങ്ങും ഒക്കെയാണല്ലോ ഇഷ്ടമുള്ള പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആങ്കർ പൊതുവേ ഞാൻ ചോദ്യങ്ങളോട് കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ സംശയം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ ചോദ്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ പരിപൂർണമായി, അതായത് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ നേരെ ഏത് ഇതിലേക്കാണോ മാറാൻ അവരാഗ്രഹം, അതായത് പുരുഷന് സ്ത്രീക്ക് പുരുഷനിലേക്കോ മാറാൻ പരിപൂർണമായി സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. സാധനം കിട്ടിയല്ലോ, അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമുക്ക് സിറിയോടൊരു കാര്യം ചോദിച്ചു നോക്കാം. ഹേ സിറി, ഹൗ മെനി genders are there in this world? There are many different gender identities, including male, female, transgender, gender neutral, non-binary, agent and gender, genderqueer, two-spirit, third gender, and all, none, or a combination of these. എൻ്റെ അമ്മോ, ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. താങ്ക് യു സിറി. ഹേ സിറി, can a man completely transform into a woman? Here's what I found. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ടെക്നിക്കലി നോ, യു cannot become a different sexual gender. അതായത് അപ്പോൾ ഞാൻ സിറിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴും ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്, അതായത് ഇപ്പോൾ ഞാനെന്ന് പറയുന്ന പുരുഷന് എനിക്ക് സ്ത്രീ ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇതുപോലത്തെ വിഷയങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് എഗൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെയോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയോളജിക്കൊക്കെ എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാനെന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട. അങ്ങനെയൊന്നുമല്ല. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ പല വിഷയങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ഒരാളാണ്. ഈ വിഷയത്തിലും പൂർണ്ണമായിട്ടുള്ള അറിവുള്ള ഒരാളാണെന്നുള്ളൊരു വാദമൊന്നും എനിക്കില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ഞാനും പഠിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തൊരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശങ്ങളെയോ അവർക്കുള്ള ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾക്കൊന്നും എഗൻസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനൊന്നുമല്ല ഞാൻ. അപ്പോൾ ഇത് എനിക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതറിയാൻ വേണ്ടി ഞാനും ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ആ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്. അതായത് ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ അവരുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ജെൻഡറിലേക്ക് മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മാറാൻ പറ്റുമെന്ന് ഗൂഗിളിൽ നോക്കുമ്പോൾ പലതരത്തിലുള്ള ഇത് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ചോദിച്ചാൽ ഉത്തരം തരുന്ന ആളാണല്ലോ ചാറ്റ് ജി ടി പിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കതിനകത്ത് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു ഫസ്റ്റ് വന്ന ഒരു സാധനം എന്ന് പറയുന്നത്, യെസ്, എ പേഴ്സൺ ക്യാൻ അണ്ടർഗോ സീരീസ് ഓഫ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ടു ട്രാൻസിറ്റ് ഫ്രം എ മെയിൽ ടു ഫീമെയിൽ.
അതായത് ഒരു മനുഷ്യന് ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ മെയിലോ ഫീമെയിലോ അവർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് മെയിലോ അല്ലെങ്കിൽ ഫീമെയിലോ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് പല കാര്യങ്ങളുണ്ട്, ഹോർമോൺ റീപ്ലേസ്മെൻ്റ് ഉണ്ട്, അങ്ങനെ കുറേ സ്റ്റെപ്സ് ഉണ്ട്. കുറേ സ്റ്റെപ്പുകളുടെ എല്ലാത്തിൻ്റെ അടിയിൽ താഴെ വന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും അവസാനം വന്നിട്ടുള്ളൊരു പോയിൻ്റാണ് ഇതിലെ ശരിയായ കാര്യം. അപ്പോൾ ആ ചോദ്യത്തിലെ തെറ്റിലേക്കാണ് നമ്മൾ എത്തണം കേട്ടോ. അതായത് while these procedures can result in a person presenting as female അല്ലെങ്കിൽ മെയിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് പ്രസൻറ്റിങ്, അവരെ അങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. വളരെ പച്ചയായ മലയാള ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എങ്ങനെ പറയാം, ഞാൻ വെന്യൂ കാർ എടുത്തു, ഹുണ്ടായിയുടെ വെന്യൂ കാർ എടുത്തു. അപ്പോൾ ആ കാറിനെ എനിക്കിപ്പോൾ താറാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. എനിക്ക് അതിൻ്റെ ഏകദേശം മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് അതുപോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആക്കിയെടുക്കാന്നുള്ളൂ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എന്താണ്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ അതിനെ താറ് പോലെ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വെന്യൂ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഈ പറയണ പോലെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് അങ്ങനെയല്ല, അതിന് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, മനസ്സുകൊണ്ട് ഇങ്ങനെ മാറിയിട്ടുണ്ടാവാം, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ChatGPTയിലും നമുക്ക് കിട്ടുന്ന പലതരത്തിലുള്ള ഗൂഗിൾ സെർച്ചുകളിലും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പുരുഷനെ സ്ത്രീ എന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ പൂർണ്ണമായി ഒരു സ്ത്രീയാക്കി മാറ്റാൻ ഒരിക്കലും ഈ പറയുന്ന പോലുള്ള സംഭവങ്ങളിലേക്കൊന്നും സാധിക്കില്ല. ഇന്നത്തെ നിലവിലെ സംഭവങ്ങൾ വെച്ച് സാധിക്കില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതെനിക്കും കൂടെ അയച്ചു തരിക, എനിക്കും പഠിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. എന്തായാലും നിങ്ങളുടെ ഇതിലുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഗൈസ് പ്ലീസ് ഡോണ്ട് ബി ഒഫൻഡഡ്. നമുക്ക് ആർഗ്യുമെൻറ്റ്സ് എല്ലാം ഓക്കെയാണ്, പക്ഷെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഐഡിയക്ക് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം മറ്റേ ആൻറ്റി എന്താണോ നിങ്ങളുടെ ഐഡിയ അതിനെയും കൂടെ ചേർത്ത് വെച്ചിട്ടൊന്നും പറയരുത്. നമ്മളങ്ങനെയൊന്നുമല്ല. എല്ലാ ഐഡിയാസിനെയും ശരിയാണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പീസ് ഔട്ട്. ഇതിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക.